അടി കൊടുക്കട്ടെ? അടി കൊടുത്ത് എണീപ്പിക്കട്ടെ മാമ? ഇതിട്ട് അടി കൊടുക്കട്ടെ? ഇതിട്ട് അടി കൊടുക്കട്ടെ അച്ഛന് അടി കൊടുക്കട്ടെ? ചു ചു എന്താ അച്ഛാ എണീക്കാത്തെ? കൊച്ചിന് ബോറടിക്കണ കണ്ടില്ലേ അച്ഛാ? അച്ഛ കണ്ടില്ലേ അച്ഛാ? ഓ ഓ എൻ്റെ അച്ഛനെ അടിക്കല്ലേന്ന് ഓടിപ്പോണം കേട്ടോ. കണ്ടില്ലേ അച്ഛാ? കൊച്ചിങ്ങനെ ബോറടിച്ചിരിക്കണത് കണ്ടില്ലേ അച്ഛാ? എനിക്ക് കാണണ്ടേ? എൻ്റെ അച്ഛനെ അടിക്കുന്നത് കാണണ്ടേ? എനിക്ക് കാണണ്ടേ? അവൻ മാറി നിന്നിട്ട് വടി കൊണ്ടൊന്ന് വെക്കാനാ പറഞ്ഞേ, ഹാങ്ങർ കൊണ്ടൊന്ന് വെക്കാൻ. എൻ്റെ അച്ഛനെ അടിക്കുന്നത് എനിക്ക് കാണണ്ടേ? നോക്കി നിൽക്കുന്നുണ്ട്. കണ്ടോ? ആ ഹാങ്ങർ കൊണ്ടൊന്ന് വെക്ക. അടിക്കുന്നില്ല കേട്ടാ, വെക്കുന്നില്ല. അച്ഛനെ അടിക്കുന്നില്ല. മോൻ കിടന്നോ? ശരി. അവൻ മാറി നിന്നിട്ട് ഇങ്ങനെ തല തിരിച്ച് അവനെ കാണണ്ട, അടിക്കുന്നത് എനിക്ക് കാണണ്ട. ഇനി കുറച്ച് നേരം അച്ഛൻ്റെ അടുത്തായിരിക്കും. എന്താ കട്ടിലിൻ്റെ സൈഡിൽ ചെന്നിട്ട് തല ഇങ്ങനെ ഇട്ടിട്ട് കുരക്കുന്നു. കൊണ്ടുവന്ന് വെക്ക്, എനിക്ക് കാണണ്ടേ എനിക്ക് അടിക്കുന്നത്. ഓ ഓ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു, നക്കുന്നു. സ്നേഹം വന്നു പോയി. അമ്മ അടിക്കാൻ പോയപ്പോൾ അത് കണ്ടോ? കെട്ടിപ്പിടിച്ച് കിടക്കുന്നു, നക്കുന്നു. കണ്ടോ? അമ്മിക്കൊരു ഉമ്മൻ തന്നെ അമ്മ അടിക്കില്ല. ബാ, വെറുതെ കാണിച്ചില്ലേ മോനെ കളിയാക്കാം. ബാ, മോനെ എന്തെടുക്കുന്ന? മോൻ്റെ റിയാക്ഷൻ കാണാനല്ലേ? ബാ, അമ്മിക്കൊരു ഉമ്മ തന്നേടാ സ്കുബു. ഓ ഓ അച്ഛാ വിളിക്കണേണ്ട കൈ കൊണ്ട്. അച്ഛാ എന്നെ നോക്കച്ചാ, കൈ കൊണ്ട് വിളിക്കുന്ന എന്നെ നോക്കച്ചാ. ഞാനിങ്ങനെ കുത്തിയിരിക്കുന്നത് കണ്ടില്ലേ അച്ഛാ കുറേ നേരമായിട്ട്? ചേട്ടൻ അപ്പുറത്ത് കിടന്ന് ഉറങ്ങണ. ഓ കുറേ നേരമായില്ലേ അച്ഛാ എന്നിങ്ങനെ ഞാൻ നോക്കിയിരിക്കുന്നത്? എന്നെ നോക്കച്ചാ. ഇല്ലേ പൊന്നാ? നോക്ക് അല്ലേ? അച്ഛനെ വിളിച്ച് നോക്കെന്ന് പറഞ്ഞ്. എങ്ങനെ വിളിക്കുന്ന പൊന്ന്? എങ്ങനെ കൈ കൊണ്ട് വിളിക്കുന്നത് അച്ഛനെ എങ്ങനെ വിളിക്കുന്നത്? കണ്ടോ കൈ കൊണ്ട് വിളിക്കുന്നത് കണ്ടോ അച്ഛനെ എങ്ങനെ വിളിക്കുന്നേ? ഓ ഓ ഉമ്മ തന്നെ. മമ്മി വെറുതെ കാണിച്ചല്ലേ, മമ്മിയുടെ പടങ്ങല്ലേട്ടാ. ഉമ്മ പടങ്ങല്ലേട്ടാ, നമ്മുടെ പൊന്നാണേ. ഓ അച്ഛനെ അടിക്കാൻ പോയപ്പോൾ വെറുതെ ഒന്ന് കാണിച്ചതാ അച്ഛനെ തല്ലാൻ വേണ്ടി. അത് നിപ്പൊക്കെ കണ്ടോ? എന്നിട്ട് ഒച്ച വെക്കണേണ്ട. കൊണ്ടുവന്ന് വെക്ക് മമ്മി. നമ്മുടെ പൊന്നല്ലേ, നമ്മുടെ പക്കരയല്ലേടാ, നമ്മുടെ ചക്കരയല്ലേടാ, നമ്മുടെ ചേച്ചിയുടെ അടിയുടെ നമ്മുടെ ചക്കരക്കുട്ട. വെറുതെ കാണിച്ചല്ലേ, മോൻ്റെ റിയാക്ഷൻ കാണാനല്ലേ. എങ്ങനെയാണ് മോൻ മമ്മിയോട് കാണിക്കുന്നതെന്ന്. ഇത് തന്നെയാണ് എന്നെയും കാണിച്ചാൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അവൻ എല്ലാവരോടും അവന് ഒച്ചെടുക്കുന്നതോ വഴക്ക് പറയുന്നതോ ഒന്നും ഇഷ്ടമല്ല. അവനിഷ്ടമല്ല വീട്ടിൽ വഴക്ക് കൂടുന്നതും ഒച്ചെടുക്കുന്നതൊന്നും. നല്ല മോനാണ് കേട്ടാ. രാവിലെ ഒന്നും എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് രാത്രിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ പൊട്ടിച്ചിട്ടു നമ്മുടെ വീടൊക്കെ. ഇത് കണ്ടോ? ഇനി തറയൊക്കെ പൊട്ടിക്ക്, ഇനി അപ്പുറത്തെ ബാത്റൂമുകൾ പൊട്ടിക്ക്, ഇനി ആ സൈഡിലെ ബാത്റൂമുകൾ. ഇവിടെ താഴെ 3 ബാത്റൂമുണ്ട്. ഇത് ഒരു അടുക്കളയായിരുന്നാണ്. അപ്പോൾ ഇതൊക്കെ പൊട്ടിച്ചു. വാഷ് ബേസിനെയൊക്കെ പൊട്ടിച്ചു, അതിൻ്റെ എല്ലാം പൊട്ടിച്ചു. അപ്പോൾ ഇവിടുത്തെ ഇത് കണ്ടോ? ഇതൊക്കെ പൊട്ടിച്ചു കേട്ടോ. പൊട്ടിച്ചിട്ട് വേറെ രീതിയിൽ നമ്മൾ ഇനിയിപ്പോൾ ഈ ജനലൊക്കെ മാറ്റുവേ. ജനലൊക്കെ മാറ്റി നമ്മൾ വേറെ രീതിയിൽ ജനലൊക്കെ വെക്കാനാണ് പോകുന്നത് കേട്ടോ. ഈ ജനലൊക്കെ എടുക്കും, ഗ്രില്ല് മാറ്റത്തില്ല, ജനലൊക്കെ എടുക്കും. അപ്പോൾ എല്ലാം പൊട്ടിച്ചിട്ടക്കണം കേട്ടോ. അപ്പോൾ നല്ല പണികളാണ്. അപ്പോൾ ഇത് പണ്ടത്തെ വീടായതുകൊണ്ട് ഭയങ്കര മസ്ബൂത്ത് എന്നാണ് പറയുന്നത്, ഭയങ്കര ഹാർഡാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ പണി പോലെ അല്ല. പണ്ടത്തെ പണികളും പണ്ടത്തെ മാലകളെന്ന് പറഞ്ഞാൽ അതായത് ഇഷ്ടികയും സിമൻ്റൊക്കെ അതിൻ്റേതായ നല്ല ക്വാളിറ്റി ഉള്ളതല്ലേ. അപ്പോൾ ടൈൽസൊക്കെ പൊട്ടിച്ചു നമ്മൾ. ഇത് കേട്ടോ, ഇതൊക്കെ പൊട്ടിച്ചു. അപ്പോൾ ഇത്രയൊക്കെ പൊട്ടിച്ചിട്ടു കേട്ടോ. ഇനി നാളെ അപ്പോൾ അതേ വാതിലൊക്കെ പൊളിച്ചു വച്ചിട്ടുണ്ട്. ഈ വാതിലൊക്കെ ഞങ്ങൾ ഇനി വിൽക്കും കേട്ടോ. ഇതൊക്കെ വേറെ പഴയ വിലയ്ക്ക് വിറ്റിട്ട് നമ്മൾ മുകളിൽ ഫ്ലാറ്റിൽ വെച്ച പോലത്തെ വാതിലുകളാണ് വെക്കാൻ പോകുന്നത്. ഇനി ആ ജനലൊക്കെ ഫ്രെയിമൊക്കെ എടുക്കും. ഇതുപോലെ എല്ലാ റൂമുകളും ഇനിയിപ്പോൾ പൊട്ടിച്ചെടുത്തിട്ട് ഇനി നല്ല പണികളാണ് കേട്ടോ. ഇത്രയൊക്കെ പണികളിങ്ങനെ ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ റാബീസ് ഞങ്ങൾ കളയില്ല. റാബീസ് എന്ന് പറയുന്നത് ഇതൊക്കെ കേട്ടോ, ഇത് കളയില്ല. താഴെ ഞങ്ങളൊന്ന് പുറത്ത്
പുറത്ത് ഞങ്ങൾ പെയിൻ്റൊക്കെ അടിക്കുമ്പോൾ പുറത്തുള്ള സിമെൻറ്റ് പൊക്കണം. അപ്പോൾ പൊക്കാൻ വേണ്ടി നമ്മൾ ഇതാണ് ബാത്റൂമൊക്കെ ഈ വിധത്തിലാക്കി കാണിച്ചു തരാം. ബാത്റൂമൊക്കെ പൊട്ടിച്ചിട്ടൊക്കെ കേട്ടോ, കണ്ടോ. അപ്പോൾ ഇതൊക്കെ പൊട്ടിച്ചിട്ടേക്കുന്ന, അപ്പോൾ ഇതൊക്കെ വേറെ മാർബിളൊക്കെ പിടിപ്പിക്കാനാണ്. കുറേ പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെയൊക്കെ പണികൾ പോകുന്നു. ഡോക്ടർ അങ്ങനെ കാല് വെച്ച് കിടക്കല്ലേ, നേരാവണ്ണം കിടക്ക് പൊന്നോ, കാല് നേരാവണ്ണം വെച്ച് കിടന്നേ. എൻ്റെ അടുത്ത് പോയി എത്തി നോക്കണം കേട്ടോ. അച്ഛാ ഉറങ്ങി എണീറ്റില്ലേ അച്ഛാ എന്നാണ് ഈ നോക്കുന്നത് കേട്ടോ. ഉറങ്ങി എണീറ്റില്ലേ അച്ഛാ. ഞാൻ കുറേ നേരം അവനെ അച്ഛൻ എണീറ്റിരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം, അതിനാണ് കേട്ടോ. അച്ഛനെ വിളിക്കുന്നതാണ്, കണ്ടോ അച്ഛനെ വിളിക്കുന്നത് കണ്ടോ ഒച്ചെടുത്ത്. അച്ഛാ എണീക്കച്ചാ, ഡാഡാ 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 എണീക്കച്ചാ. ആ എത്ര നേരമായി കൊച്ചു ഇങ്ങനെ നോക്കുന്നത്. ഡാഡാ ഡാഡാ ഡാഡി ഡാഡി നല്ല ഡീപ്പായിട്ട് ഉറങ്ങണം. എണീറ്റില്ലേ പൊന്നോ, കണ്ടോ വിളിക്കുന്നത് കണ്ടോ. ആരെങ്കിലും വിശ്വസിക്കോ അച്ഛനെ വിളിക്കുന്നത്? കണ്ടില്ലേ ഫ്രണ്ട്സ്, ആരെങ്കിലും പറഞ്ഞോ വിശ്വസിക്കോ? ഞാൻ ലൈവായിട്ട് എടുക്കുന്ന കണ്ടില്ലേ. അച്ഛ എണീക്കുന്ന കണ്ടോ. എണീറ്റിട്ട് വിളിക്കാത്തോണ്ട് അവിടെ പോയി വിളിക്കണ കണ്ടോ വിളിക്കണ നോക്കും കണ്ടോ വിളിക്കുന്നുണ്ടോ. എത്ര നേരമായി ചേട്ടനെ വിളിക്കുന്നേ. ചേട്ടൻ എണീക്കത്തെന്ത്? അച്ഛനെ എത്ര നേരമായി കൊച്ച് ബോറടിക്കണ. എത്ര നേരമായി കൊച്ച് വിളിക്കുന്നേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അച്ഛൻ എണീക്കാ കണ്ടോ നിങ്ങളൊക്കെ കണ്ടല്ലോ ഫ്രണ്ട്സ്, കണ്ടില്ലേ ആ വിളിച്ചതൊക്കെ കണ്ടോ. ഇപ്പുറത്തുനിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ട് അച്ഛനെ ഇങ്ങനെ തോണ്ടി വിളിക്കണം, മുഖം കൊണ്ടിട്ട് ചുണ്ട് കൊണ്ടിട്ട് വിളിക്കുന്നത്. ഇതാണ് എന്നോട് രാവിലെ കാണിക്കുന്നത്. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മണിക്ക് എണീറ്റ് ഈ ചുണ്ടോട് കൂടി എന്നെ വിളിക്കല. പക്ഷെ ആ സമയത്ത് എനിക്ക് ഫോണില്ലല്ലോ എടുക്കാൻ. കണ്ടോ, ഇതൊക്കെയാണ് ഇവൻ്റെ വികൃതികളൊക്കെ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. എല്ലാവരും കണ്ടല്ലോ ലൈവായിട്ട് ഞാൻ ഇട്ടുതന്ന. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കോ ഇവൻ വിളിക്കുന്നതൊക്കെ? കണ്ടില്ലേ അച്ഛാ, ഉമ്മന്തായച്ചാ. ശരി ഫ്രണ്ട്സ്, അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ഒരു ഹായ് പറഞ്ഞു പോന്നു. ഒരു ഹായ് കൊടുത്തേ, എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. ഹായ് കണ്ടോ, കൈ പൊക്കി തന്ന ഹായ്. എല്ലാവർക്കും ഹായ്. നാളൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റ. എങ്ങനെ ടാറ്റ പറയണ്ടേ? ടാറ്റ കണ്ടല്ലോ, ടാറ്റ. അപ്പോൾ നാളൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.